വിവിധ ഇനം തീറ്റപ്പുല്ലുകളും അവയുടെ കൃഷിരീതിയും പരിചയപ്പെടുത്തുകയാണ് പാലക്കാട് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിട്ടുള്ള ക്ഷീരവികസന വകുപ്പിന്റെ സ്റ്റാൾ. കന്നുകാലികളുടെ തീറ്റ ചെലവ് എങ്ങനെ കുറയ്ക്കാമെന്നതിന്റെ മാതൃകാ പ്ലോട്ടും ഈ സ്റ്റാളിലുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ക്ഷീരവികസന വകുപ്പിന്റെ സ്റ്റാൾ വ്യത്യസ്തമാകുന്നത് പ്രദർശനത്തിനൊരുങ്ങിയിട്ടുള്ള മാതൃകകൾ കൊണ്ടാണ്. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്ന മാതൃക സ്റ്റാളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പാൽ അളക്കുന്നത് മുതൽ പാലിന്റെ ഗുണമേന്മ പരിശോധിക്കുന്ന ലാബ് സൗകര്യങ്ങൾ വരെ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഇനം തീറ്റപ്പുല്ലുകളും അവയുടെ കൃഷിരീതിയും ക്ഷീരവികസന വകുപ്പ് സ്റ്റാളിലുണ്ട്. അസോള മുതൽ പുതിയ ഇനം തീറ്റപ്പുല്ലുകൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കന്നുകാലികൾക്ക് നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഒരു തീറ്റച്ചെലവാണ്. അതിൽ വരുന്നതാണ് അസോള. അസോള ഇതുപോലെ ഒരു അൺകൺവെൻഷണൽ ഫീഡാണ്. വീടുകൾ, തൊട്ടറസുകളിലോ അതുപോലെ തന്നെ ചെറിയ ഫോഡർ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത കർഷകർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പായൽ ഇനത്തിൽ വരുന്നൊരു ചെടിയാണ് അസോള. കന്നുകാലികളുടെ തീറ്റ ചിലവുകൾ കുറയ്ക്കാനുള്ള രീതികളും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സ്റ്റാളിന്റെ ലക്ഷ്യം. പാലക്കാട് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള നാളെ സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.